ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് എളുപ്പത്തിലൊരു നൈസായിട്ടുള്ളൊരു പത്തിരി ഉണ്ടാക്കിയാലോ. റൈസ് പത്തിരി നല്ല ചൂടോടെ കുഴച്ച് നമ്മൾ പരത്തിയെടുത്തതിന് ശേഷം ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് വഴിയെ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലൊരു സ്പൂണ് ഉപ്പിട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് തിളപ്പിക്കുക. അതിനുശേഷം 1 കപ്പ് അരിപ്പൊടി, ഏത് അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല, ആ അരിപ്പൊടി എടുത്ത് ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഒരു സ്പൂണെടുത്ത് നന്നായി ഇളക്കണം. വെള്ളം വറ്റിപ്പോവും, പെട്ടെന്ന് വറ്റിപ്പോവും. അപ്പോൾ മാക്സിമം വെള്ളം വറ്റുന്നവരെ ജസ്റ്റ് ഒന്ന് ചുരുട്ടിയെടുക്കുക. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുക. 1-2 മിനിറ്റ് ചൂടാറാൻ വെച്ച ശേഷം നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ നല്ല ചൂടോടെ കുഴക്കുന്നതായിരിക്കും നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ. അപ്പോൾ ചൂടോടെ കൈ പൊള്ളും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒരു പാത്രത്തിലെടുത്ത് കൈ മുക്കിയ ശേഷം ജസ്റ്റ് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ അത്രയൊന്നും വേണ്ട, ഒരു സ്മൂത്തായിട്ട് കുഴയ്ക്കുന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു കവറിൽ കുറച്ച് മൈദാമാവ് ആഡ് ചെയ്ത് അതിലേക്ക് ഒരു ഉണ്ടയായി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒരു പ്ലേറ്റ് കൊണ്ട് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ചുട്ടെടുക്കാൻ നമുക്ക് ഈസിയാണ്. ഇത് ചുമ്മാ റൈസ് പത്തിരി, നൈസ് പത്തിരി ഉണ്ടാക്കണമെങ്കിൽ ഇത് നമ്മൾ പ്ലേറ്റ് കൊണ്ട് അമർത്തിയ ശേഷം വീണ്ടും നമ്മൾ ചപ്പാത്തിക്കോല് കൊണ്ട് പരത്തേണ്ടി വരും. ഇത് സാധാരണ റൈസ് പത്തിരി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ചിക്കൻ്റെ ഏത് ഗ്രേവി ആണെങ്കിലും കുഴപ്പമില്ല, കടലക്കറി ആണെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഉണ്ടാക്കാൻ ഈസിയാണ്, അധികം ഇൻഗ്രീഡിയൻറ്റും ആവശ്യമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം. ഒരു ലൈക്ക് ബട്ടണും കൂടെ അടിക്കണേ. താങ്ക്